സജീന്ദ്രൻ മറുപടി പറയാം. ഖാർഗെ പറഞ്ഞതിനെയാണ് ആവർത്തിച്ച് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. ഖാർഗെ പറഞ്ഞതിനാണ്. ശരി, പാർലമെന്റിൽ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആസാമിന് ശേഷം പിന്നീട് CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല എന്നുള്ളത് CPM ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാം. ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ അത് നടത്തിക്കൊള്ളാം അല്ലെങ്കിൽ അത് പിൻവലിച്ചു കൊള്ളാം എന്ന സമീപനമുണ്ടെങ്കിൽ അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് തന്നെയാണെങ്കിൽ അത് വിശദീകരിച്ച് പറയൂ. ഇപ്പോൾ പറയാൻ ഭയമാണെങ്കിൽ അതങ്ങനെ പറയൂ. പൗരത്വ ഭേദഗതി ബിൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസേ ഉള്ളൂ. ഈ കേരളത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി സമരം നടത്തിയപ്പോൾ ആ സമരം എനിക്കെതിരെ വരെ കേസെടുത്തിട്ടുണ്ട്. ആ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ കേസുകൾ പോലും പിൻവലിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പൗരത്വ ഭേദഗതിയെ കുറിച്ചുമൊക്കെ വാ തോരാതെ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ MLA ആയിരുന്ന സമയത്ത് അരുൺകുമാർ കുന്നത്തുനാട് നിയോജകമണ്ഡലക്കാരനായിരുന്നല്ലോ. കരിമുകളിൽ നിന്നും കാവുങ്കപ്പറമ്പിലേക്ക് ഞങ്ങൾ ഒരു ജാഥ നടത്തി. എന്തിനാണെന്നറിയോ? പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി. ശ്രീ ബെന്നി ബെഹനാൻ MPയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ നിന്ന് ആലുവായിലേക്ക് ഞങ്ങൾ ജാഥ നടത്തി. പൗരത്വ ഭേദഗതി ബില്ല് ഞങ്ങൾ വാഹനജാഥയല്ല, ഞങ്ങൾ കിലോമീറ്ററുകളും നടന്നാണ് ജാഥ നടത്തിയത്. ഇവിടെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ യോഗം നടന്നു. ആ യോഗത്തിൽ നിങ്ങളുടെ ഒറ്റ MLA പോലും പങ്കെടുത്തില്ല. UDFന്റെ മുഴുവൻ MLA പോലും പങ്കെടുത്തു. നിങ്ങളുടെ നിയമസഭയിലെ MLA എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും. പക്ഷേ നോമിനേറ്റഡ് MLA ആയ ജോൺ ഫെർണാണ്ടസിനെ പോലും നിങ്ങളുടെ പാർട്ടി നേതൃത്വം അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടെ സമരം ചെയ്തെന്നാ പറയുന്നത്? ഇവിടെ മുസ്ലിം സംഘടന സമരം ചെയ്തപ്പോൾ അവർക്കൊരു പിന്തുണ പോലും കൊടുക്കാതെ വന്ന നിങ്ങളാണോ ഇപ്പം വാദം വരാതെ പറയുന്നത്? ഞാൻ ഒരു കാര്യം അരുൺകുമാറിനോട് ചോദിച്ചോട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നത് എവിടെയാ? കേരളത്തിൽ 15 സീറ്റ് മത്സരിക്കുന്നുണ്ട്, ബംഗാളിൽ 22 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. തമിഴ്നാട്ടിൽ 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, ചിലപ്പോൾ ജയിച്ചേക്കാം. രാജസ്ഥാനിലും ബീഹാറിലും ഓരോ സീറ്റ് മത്സരിക്കുന്നുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്കും വേറൊരു സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിൽ BJP ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടോ? നിങ്ങൾ ഇതിൽ BJP ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനങ്ങളുമില്ല. നിങ്ങളാകെ മത്സരിക്കുന്ന ഇത്രയും ദിവസത്തിനുള്ളിൽ 40 സീറ്റിൽ മാത്രമേ നിങ്ങൾ മത്സരിക്കുന്നുള്ളൂ. 40-41 സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എന്താ റോള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്? കേരളത്തിൽ നിങ്ങൾ 15 സീറ്റിലും തോക്കാൻ പോവുകയാണ്. എന്നിട്ടും നിങ്ങൾ കോൺഗ്രസിനെ തോപ്പിക്കുക. BJPയുടെ അതേ ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് നിങ്ങൾ ലക്ഷ്യം കാണുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പിണറായി വിജയനും മകൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ LDF കൺവീനർ അരുൺകുമാറെ നിങ്ങളുടെ LDF കൺവീനർ EP ജയരാജൻ 2 ആഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവന എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മത്സരം നടക്കുന്നത് LDFും BJPയും തമ്മിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJPയുടെ സ്ഥാനാർത്ഥികളല്ല ബഹുമിടുക്കന്മാരാണെന്നാണ് പറഞ്ഞത്. പിന്നെയല്ലേ രഹസ്യം കണ്ടെത്തിയത്? EP ജയരാജന്റെ കുടുംബവും ഈ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായ മന്ത്രിയായ രാജീവ് ചന്ദ്രസേനന്റെ കുടുംബവും തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പാണുള്ളത്. എത്രയോ നാടുകളായി നടക്കുന്ന ഏർപ്പാടുകളായത്. BJP നേതാക്കളും CPM നേതാക്കളും കുടുംബക്കാരാണ്, ഭാര്യമാരും തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഈ സംഘപരിവാറിനെ പുറത്താക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നാണ്. പൗരത്വ ഭേദഗതിയെ കുറിച്ച് എത്ര രാത്രിയായി ആലോചിക്കുന്നു? കൃത്യമായി പറഞ്ഞോ? രാത്രി ആലോചിച്ചിട്ട് പിറ്റേ ദിവസം വന്ന് പറയാമെന്നല്ലേ പറഞ്ഞത്? എത്ര ദിവസം ആലോചിച്ചു? കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി ഉപദേശിക്കേണ്ട ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞു. 1-ാം തീയതി എടുത്ത തീരുമാനം 4-ാം തീയതി കൊണ്ട് മാറ്റി. 1-ാം തീയതി എടുത്ത തീരുമാനം 4-ാം തീയതി കൊണ്ട് മാറ്റി. അതാണ് ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ മാറ്റേണ്ടി വന്നു. നിങ്ങൾക്ക് പലതും മാറ്റേണ്ടി വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി 10,000-കണക്കിന് ആളുകൾ പൊതുസമ്മേളനത്തിൽ ജനകീയ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നയം മാറ്റേണ്ടി വരും. ഉണ്ടായ കാലം തൊട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കാം. അരുൺകുമാർ, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ കാലം തൊട്ട് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കാം. കഴിഞ്ഞ പാർലമെന്റ് അത്രയും കാലം നിങ്ങൾ വോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന അരുൺകുമാറെ
അന്ന് നിങ്ങൾക്ക് ഇതേപോലെ പ്രശ്നമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതാ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ഏതാ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ കാലം തൊട്ട് അവരുടെ വോട്ട് വാങ്ങിയ CPM-ന്റെ നേതാക്കളും ഈ പറയുന്ന അതാത് കാലത്ത് അതാത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംഘടനകളുടെ പാർട്ടികളുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം SDP-യുടെ പിന്തുണയല്ല. SDP-യുടെ പിന്തുണയല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കാൻ CPM BJP-യെ പോലെ ശ്രമിക്കുന്നു എന്നിടത്താണ് ആ ചോദ്യം ഉയരുന്നത്. ആരാ ശ്രമിക്കുന്നത്? കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയുള്ള മുഴുവൻ ജനകീയ വിഷയങ്ങളും ഇന്ന് തിരിച്ചുവിടാൻ വേണ്ടി അതിനോട് മറുപടി പറ. ഞങ്ങള് നിങ്ങളുടെ കൂട്ടുപോയി ഞങ്ങൾക്കില്ല. ജനങ്ങൾ ഗൗരവത്തോടെ ഇതെല്ലാം കാണുന്നുണ്ട് മിസ്റ്റർ. നിങ്ങളുടെ നുണപ്രചരണം കാണുന്നുണ്ട്, നിങ്ങളുടെ ഇരട്ടത്താപ്പും കാണുന്നുണ്ട്, സംഘപരിവാറിന്റെ മുന്നിൽ നിങ്ങൾ ദേശീയ വിഷയത്തിൽ പ്രതികരിക്കാത്തതും കാണുന്നുണ്ട്. ശരി, ജനം എല്ലാം കാണുന്ന ജനം വിലയിരുത്തട്ടെ. എല്ലാം കാണും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.